ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സെൽഫ് ലവ് മിറർ വർക്കിൻ്റെ 10ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 9 ദിവസത്തെ പ്രാക്ടീസും നിങ്ങൾ കൃത്യമായി ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസിൻ്റെ ഡേ 1 തൊട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഇനി ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ലവിങ് യുവർ ബോഡി ആൻഡ് ഹീലിംഗ് യുവർ പെയിൻ. ഇന്ന് നമ്മൾ നമ്മുടെ വേദനകളെ പറ്റിയാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ മറ്റ് എന്തെല്ലാം ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? ഇന്ന് നമ്മൾ മിറർ പ്രാക്ടീസിലൂടെ നമ്മുടെ വേദനകളെ ഹീൽ ചെയ്യാനും നമ്മുടെ ശരീരത്തെ സ്നേഹിക്കാനും പോവുകയാണ്. നമ്മൾ ആരും വേദനിച്ചിരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ടും വേദനകൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് കാരണം? നിങ്ങൾ അതിൽ നിന്നും എന്താണ് പഠിക്കുന്നത്? എങ്ങനെയാണ് ആ വേദനകൾ നിങ്ങളിലേക്ക് വന്നത്? ആ വേദനകൾ നമ്മളോട് എന്താണ് പറയുന്നത്? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വേദനകൾക്ക് നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്നാണ് ഇവയെ പറയുന്നത്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ, നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകളിലൂടെ, ജീവിതശൈലിയിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വേദനിപ്പിക്കുന്നു. നെഗറ്റീവ് ചിന്തകളാൽ നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ വരാൻ തുടങ്ങും. നമുക്ക് വരുന്ന അസുഖങ്ങളിൽ കൂടുതലും സൈക്കോസൊമാറ്റിക് ഡിസീസാണ്. നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളെ മാറ്റിയാൽ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കും. നമ്മുടെ ചിന്തകളുടെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ശരീരം. അസുഖത്തിലൂടെയും വേദനകളിലൂടെയും നമ്മളോട് ശരീരം പറയുകയാണ്, ശ്രദ്ധിക്കുക, എവിടെയോ എന്തോ കുഴപ്പമുണ്ട്, അത് ശ്രദ്ധിച്ചിട്ട് അത് മാറ്റുക. ഇനി ഇന്നത്തെ മിറർ പ്രാക്ടീസ്. ഇനി ശരീരത്തിൽ എവിടെയാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുക. ശേഷം കണ്ണാടിയുടെ മുൻപിൽ ശാന്തമായി നിൽക്കുക. അതിനുശേഷം കണ്ണുകളിലേക്ക് സൂക്ഷ്മമായി നോക്കുക. ശേഷം നിങ്ങളോട് ചോദിക്കുക, ഈ വേദന അല്ലെങ്കിൽ ഈ പ്രശ്നം എവിടെ നിന്നാണ് വന്നത്? ഞാൻ എന്തെങ്കിലും ഹെൽത്തി അല്ലാത്ത ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും നിന്നെ പേടിപ്പിച്ചിട്ടുണ്ടോ? നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് എന്തെങ്കിലും കാര്യമുണ്ടോ? നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടോ? അതിനുശേഷം നിങ്ങൾ ഇപ്പോഴനുഭവിക്കുന്ന വേദനയും അസുഖവും മറന്നുകൊണ്ട് പറയുക, ഞാൻ പൂർണ്ണമായും സ്വതന്ത്രമായി ശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ശരീരം നൽകുന്ന സൂചനകൾ ശ്രദ്ധിക്കുന്നു. ഞാൻ എൻ്റെ ശരീരത്തിന് ആരോഗ്യകരമായതും പരിപോഷിപ്പിക്കുന്നതുമായ ഭക്ഷണം നൽകുന്നു. എൻ്റെ ശരീരം ആവശ്യപ്പെടുമ്പോൾ ഞാൻ വിശ്രമിക്കാൻ അനുവദിക്കുന്നു. ഞാൻ എൻ്റെ അത്ഭുതകരമായ ശരീരത്തെ സ്നേഹിക്കുന്നു. ഞാൻ സുരക്ഷിതനാണ്. ഞാൻ ഈ ജീവിത പ്രക്രിയയെ വിശ്വസിക്കുന്നു. എനിക്ക് പേടിയില്ല. ഈ അഫർമേഷൻ ദിവസത്തിൽ പല പ്രാവശ്യം പറയുക. ഇനി കുറച്ച് അഫർമേഷൻസ് അവരവരുടെ വേദനകൾ ശരീരത്തിൽ എവിടെയാണോ അനുഭവപ്പെടുന്നത് അതിനുവേണ്ടി പറയണം. ഉദാഹരണമായി, നിങ്ങൾക്ക് വയറുവേദന ഉണ്ടെങ്കിൽ, ഞാൻ എൻ്റെ വയറിനെ സ്നേഹിക്കുന്നു, ശരിക്കും സ്നേഹിക്കുന്നു. ഞാൻ ഹെൽത്തി ഫുഡ് എന്നിലേക്ക് നൽകുന്നു. നീ അത് നല്ലതുപോലെ സന്തോഷത്തോടെ ദഹിപ്പിക്കുന്നു. ഞാൻ പൂർണ്ണമായും സൗഖ്യമാകാനുള്ള അനുവാദം തന്നിരിക്കുന്നു. ഇത് 2 or 3 തവണ ആവർത്തിച്ച് പറയുക. ഇനി അടുത്തതായിട്ട് ജേർണലിംഗ് ആണ്. നോട്ട്ബുക്ക് എടുക്കുക. ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേദന അല്ലെങ്കിൽ അസ്വസ്ഥതകൾ വരുമ്പോൾ വെറുതെ ശാന്തമായിട്ടിരിക്കുക. എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് നിങ്ങളുടെ ഹയർ വൈബ്രേഷൻ നിങ്ങളെ അറിയിക്കും. രണ്ടാമതായി, പ്രകൃതിയുമായി ഇണങ്ങുന്ന ഒരു സ്ഥലത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂക്കൾ വളരുന്ന ഒരിടത്ത് നിങ്ങൾ നിൽക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക. മണമുള്ള നല്ല കാറ്റ് നിങ്ങളുടെ മുഖത്തേക്ക് ചെറുതായി വീശുന്നത് ഫീൽ ചെയ്യുക. നിങ്ങളുടെ ഓരോ മസിലുകളും റിലാക്സ് ചെയ്യുന്നതും ശ്രദ്ധിക്കുക. ഇനി മൂന്നാമതായിട്ട്, ഈ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുക. ഈ പ്രശ്നത്തിലേക്ക് എൻ്റെ സംഭാവന എന്താണ്? ഞാൻ എന്താണ് അറിയേണ്ടത്?
എൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിലാണ് മാറ്റം വരുത്തേണ്ടത്? ഈ ചോദ്യങ്ങൾ മനസ്സിൽ വെച്ച് ധ്യാനിക്കുക. അതിൻ്റെ ഉത്തരം നോട്ട്ബുക്കിൽ എഴുതുക. ഇനി ഇന്നത്തെ ഹൃദയചിന്ത: ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ സന്ദേശങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുന്നു. ഇനി മെഡിറ്റേഷനാണ്. അപ്പോൾ ഈ മെഡിറ്റേഷൻ രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് മെഡിറ്റേഷനിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ആണ്. അതിനായിട്ട് നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക, കണ്ണുകൾ അടച്ചിരിക്കുക. ഞാൻ എൻ്റെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന നല്ല ആഹാരം വളരെ നന്നായി ആസ്വദിച്ചു കഴിക്കുന്നു. ഞാൻ എൻ്റെ ശരീരത്തിലെ ഓരോ കോശത്തെയും സ്നേഹിക്കുന്നു. ഞാൻ ആരോഗ്യപരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. എൻ്റെ ശരീരത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നതുകൊണ്ട് ആരോഗ്യപൂർണമായ ഒരു വാർദ്ധക്യം മുന്നിൽ കാണുന്നു. എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഞാൻ നിരന്തരമായി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ ഘട്ടത്തിലും ആവശ്യമായ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് എൻ്റെ ശരീരത്തെ പരമാവധി ആരോഗ്യത്തിലേക്ക് ഞാൻ എത്തിക്കുന്നു. ഹീലിംഗ് ഹാപ്പൻസ്. എൻ്റെ ശരീരത്തെ അതിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് സ്വാഭാവികമായ ഹീലിംഗ് ഞാൻ അനുഭവിക്കുന്നു. എനിക്ക് പ്രത്യേക മാലാഖയുണ്ട്. ഞാൻ എപ്പോഴും ദൈവിക സംരക്ഷണത്തിലും ദൈവികമായ വഴികാട്ടലിലുമാണ്. പൂർണ്ണ ആരോഗ്യം എൻ്റെ ദൈവികമായ അവകാശമാണ്. ഞാൻ അവകാശപ്പെടുന്നു. എൻ്റെ ആരോഗ്യമുള്ള ശരീരത്തോട് എനിക്ക് നന്ദിയുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തെ സ്നേഹിക്കുന്നു. എൻ്റെ ഭക്ഷണശീലങ്ങളിൽ നിയന്ത്രണമുള്ളത് എനിക്ക് മാത്രമാണ്. ജലമാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയം. എൻ്റെ ശരീരവും മനസ്സും ക്ലീൻ ചെയ്യാനായി ഞാൻ ധാരാളം വെള്ളം കുടിക്കുന്നു. സന്തോഷകരമായ ചിന്തകളാൽ മനസ്സ് നിറയ്ക്കുന്നതാണ് ആരോഗ്യത്തിലേക്കുള്ള എളുപ്പവഴി. ഇതോടുകൂടി മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഓൾ.